ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ അപ്ഡേറ്റ് മെയിൻ്റെനൻസ് കഴിഞ്ഞ് എന്തായാലും നമ്മൾ ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നൊന്നും എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്. അവർ മെയിൻ്റെനൻസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് 3 മണിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായി. എന്തൊക്കെ കൊണ്ടുവന്നു അറിയില്ല, നോക്കാം എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബിഗ് ടൈം സുവാരസിൻ്റെ ഒരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡേവിഡ് വില്ല ഉണ്ട്, പിന്നെ ടോറസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു പാക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ലോഗിൻ ബോണസായിട്ട് നമുക്ക് എന്തായാലും അത് കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് എന്തായാലും ഒബ്ജക്റ്റീവിനകത്ത് നോക്കാം ഗൈസ്. ഒബ്ജക്റ്റീവിനകത്ത് അവർ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട് നോക്കാം. 850 മില്യൺ ഡൗൺലോഡ്സിൻ്റെ ഒരു ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്നലെ അവർ പറഞ്ഞതാണ് കൊണ്ടുവരുമെന്ന്. അതിനകത്തുനിന്ന് നമുക്കൊരു 850 കോയിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇതിനകത്തൊന്നും കോയിൻ ഇല്ല ഗൈസ്. പിന്നെ കോയിൻ എവിടെയാണ് അറിഞ്ഞുകൂടാ ഗൈസ്, കോയിൻ കാണാനില്ല. പിന്നെ ഇതിനകത്തും കുറേ ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളും സ്കിൽ ടോക്കണൊക്കെയാണ് ഗൈസ്. ഗൈസ് കോയിൻ കാണാനില്ല, കോയിൻ എവിടെയാണെന്ന് അറിയില്ല. 850 കോയിൻ കിട്ടുന്നവർ പറയുന്നുണ്ടായി, നോക്കാം എന്തായാലും. പിന്നെ ഗൈസ് പാക്കിലേക്ക് വേണമെങ്കിൽ നമ്മുടെ പുതിയൊരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രൈഫിൻ്റെ പാക്കാണ് ഗൈസ്, മാനേജർ പാക്കാണ്. അപ്പോൾ ക്രൈഫിനെ നോക്കുകയാണെങ്കിൽ ക്രൈഫ് പൊസിഷൻ ഗെയിമാണ് ഗൈസ്. 89 ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ വെറും 500 കോയിൻ കൊടുത്തേ ഗൈസ്. ഫസ്റ്റ് ടൈം ആയിരിക്കും 500 കോയിൻ കൊടുത്ത് ഡബിൾ ബൂസ്റ്ററിൻ്റെ ഒരു മാനേജർ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും താല്പര്യമുള്ളവരൊക്കെ എന്തായാലും എടുക്കുക ഗൈസ്. പൊസിഷൻ ഗെയിം കളിക്കുന്നവരൊക്കെ എന്തായാലും എടുക്കും, നല്ലൊരു മാനേജറാണെന്ന് തോന്നുന്നു. പിന്നെ മെയിനായിട്ട് നമ്മുടെ സ്പാനിഷ് ലീഗ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു പാക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്മറിനെ മെസ്സിയുടെയും ബിഗ് ടൈം വന്ന പോലെ തന്നെ സുവാരസിൻ്റെ ഒരു ബിഗ് ടൈം കാർഡ് വന്നിട്ടുണ്ട്. ഗോൾ പോച്ചറാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഡേവിഡ് വില്ലയാണ്, ബാർസലോണയുടെ ഗോൾ പോച്ചർ തന്നെയാണ് അതും. പിന്നെ നമ്മുടെ ടോറസിനെ നോക്കുവാണെങ്കിൽ ഗോൾ പോച്ചറാണ് ഈ ടോറസും. അപ്പോൾ കിഡിലൊരു പാക്ക് തന്നെയാണ് ഈ വന്നേക്കുന്നത്. 3 പേരും ഗോൾ പോച്ചേഴ്സാണ്. പിന്നെ നോക്കുവാണെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കാണ്. പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ വാൻഡേക്ക് വന്നിട്ടുണ്ട്, സെൻറ്റർ ബാക്ക് വാൻഡേക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാഫേലിയോ വന്നിട്ടുണ്ട്, SS ആണ്. പിന്നെ ഡെബ്രൂയിനെ ഒരു സെൻറ്റർ ഫോർവേഡ്, ഡീപ്പ് ലൈൻ ഫോർവേഡായിട്ടാണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് പറയാനുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേസൊക്കെ ഉണ്ട്. പിന്നെ കമവിങ്ക ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ഓഫ് ദി വീക്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ട് നോക്കേണ്ടത് നോമിനേഷൻ ബാക്കാണ് ഗൈസ്. നോമിനേഷൻ ബാക്ക് നോക്കുവാണെങ്കിൽ ദ ആർട്ട് ഓഫ് പാസിംഗ് എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നേക്കുന്നത് ഗൈസ്. കിട്ടിലൊരു നോമിനേഷൻ ബാക്കാണ് ഗൈസ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. ഹാരി കെയ്ൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയുടെ അഡ്രസ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഗോൾ കീപ്പർ. അത്യാവശ്യം നല്ലൊരു നോമിനേഷൻ ബാക്കാണ് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു നോമിനേഷൻ ബാക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു നോമിനേഷൻ ബാക്ക് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ 850 മില്യൺ ഡൗൺലോഡ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 850 കോയിൻ കിട്ടുമെന്ന് പറയുന്നുണ്ട് ഗൈസ്. പക്ഷേ അത് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. മാച്ചിലാണോന്ന് എന്തായാലും നോക്കാം. അപ്പോൾ ഗൈസ് AI മാച്ചിലേക്ക് കയറുവാണെങ്കിൽ നമ്മുടെ ഗോൾഡൻ ജേണി എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഗൈസ്. അതിനകത്ത് റാൻഡം കാർഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതിനകത്താണ് സംഭവം ഗൈസ്. പക്ഷേ ഇത് നമുക്ക് ഭാഗ്യം കൊണ്ടാണ് ഗൈസ് കിട്ടത്തുള്ളൂ. അതാണ് വേറൊരു പ്രോബ്ലം വന്നേക്കണേ. കണ്ടോ, 850 കോയിനൊക്കെ 10% അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കണേ ഇവർ ഗൈസ്. ഇത് കിട്ടാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഭാഗ്യമുള്ളവർക്ക് എന്തായാലും 850 കോയിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. ഇത് അല്ലാതെ തേപ്പായി പോയി ഗൈസ്. പക്ഷേ കുഴപ്പമില്ല ഗൈസ്. പിന്നെ നമ്മുടെ അടുത്തൊരു മാച്ച് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു നോമിനേറ്റിംഗ് കാർഡ് കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമ്മുടെ സ്പാനിഷ് ക്ലബിൻ്റെ ഈ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ AI മാച്ചിൽ വന്നിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ മിക്ക മാച്ചിലും അവരങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്ക മാച്ചിൽ നമുക്ക് കോയിൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 850 കോയിൻ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അത് ലക്കുള്ളവർക്ക് മാത്രമാണ് കിട്ടത്തുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. 20 കോയിനെങ്കിൽ 20 കോയിൻ നമുക്ക് എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ 20 കോയിൻ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ഗൈസ്. അല്ലെങ്കിൽ 10 കോയിൻ, അല്ലെങ്കിൽ 5 കോയിൻ. കണ്ടോ, ഇതിനകത്തും അതുപോലെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചൊക്കെ കളിച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ സംഭവം കിട്ടുന്നതായിരിക്കും ഗൈസ്. എന്തായാലും ഒരു 10, 15, 20 കോയിനോ കണ്ട് നമുക്ക് കിട്ടും. എന്തായാലും അതാണ് വന്നിട്ടുള്ളൂ. 850 കോയിന് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഭാഗ്യമുള്ള ലക്കുള്ളവർക്ക് ആരെങ്കിലും ഗൈസ് 850 കോയിൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് മാച്ചിനകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ AI മാച്ചിൽ മറ്റേ ഈ ഫുട്ബോൾ ലീഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവർ AI കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് AI ആയിട്ട് കളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കളിക്കാം ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ മാച്ചിൻ്റെ കാര്യത്തിലും പാക്കിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ കോയിൻ്റെ സെയിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോയിൻ സെയിൽ തന്നെയാണ് വന്നേക്കണേ. 89 രൂപയ്ക്ക് 260 കോയിൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 360 രൂപയ്ക്ക് 840 കോയിൻ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്തായാലും പർച്ചേസ് ചെയ്യും.
അപ്പോൾ ഇങ്ങനെയാണ് വന്നിറങ്ങുന്നത്. 809 കോയിൻ ഭാഗ്യമുള്ളവർക്കാണ് ഈ കിട്ടത്തുള്ളൂ. നമ്മുടെ സുവാരസിൻ്റെ ബാക്ക് കിടിലൻ ബാക്കാണ്. 3 പേരും ഗോൾ പോച്ചർ കാർഡ്സാണ്. അപ്പോൾ ഞാനെന്തായാലും മാച്ചൊക്കെ കളിച്ച് ഞാനെന്തായാലും ഫ്രീ സ്പിന്നും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മറ്റേ പ്ലെയർ ഓഫ് ദി വീക്കിന് ഫ്രീ സ്പിൻ കളിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് നിന്ന് മറ്റേ റാൻഡം റിവാർഡ് കിട്ടി. എനിക്ക് കിട്ടിയത് 15 കോയിനാണ് കേസ്. ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യമുള്ളവർക്കാണ് 809 കോയിൻ വെച്ച് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് 15 കോയിനാണ് ഫസ്റ്റ് തന്നെ കിട്ടിയേക്കുന്നത്. ഇനി എത്ര കോയിനൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 5 കോയിൻ ഇതുവരെയായിട്ടും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനിയും കളിക്കാനുണ്ട് ഇവൻസ്. അപ്പോൾ അത് കളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിന്നും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റിന് ശേഷം അവരൊരു ഫ്രീ സ്പിൻ തന്നതായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ല, ഈ പ്രാവശ്യം തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാൻ ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിന്നാണ്. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കിന് നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാനെന്തായാലും സ്പിൻ എടുക്കാൻ പോവാണ്. ഹെർ വി ഗോ ഗൈസ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് വേണമെന്ന് ആഗ്രഹമുള്ളൂ. വാൻഡൈക്കിന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. വാൻഡൈക്കിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് എൻ്റെ ഇല്ല. 100 റേറ്റിൽ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാർഡ് ബിൽഡപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സൊക്കെ ഇപ്പോഴേ ഉണ്ട്. പിന്നെ അടുത്തൊരു ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഗൈസ്, കമവിങ്കേനെ ഒരു ടാർഗറ്റായിട്ട് വയ്ക്കാം. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. AMF ആയിട്ടാണ് കമവിങ്ക വന്നേക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് എൻ്റെ ടാർഗറ്റ്. പിന്നെ അടുത്തൊരു ടാർഗറ്റ് റാഫേലിയോനെ ടാർഗറ്റ് വെക്കണമെന്ന് എനിക്കില്ല. എൻ്റെ ഒരു നല്ല റാഫേലിയോയുടെ ഒരു കാർഡ് എൻ്റെ ഉണ്ട്. പക്ഷേ ഇത് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്, SS ആണ്. പക്ഷേ എനിക്ക് വേണ്ട ഗൈസ്. എൻ്റെ ഒരു ഹോൾ പ്ലെയർ കാർഡ് എൻ്റെ ഉണ്ട്. പിന്നെ അടുത്തൊരു ടാർഗറ്റ് ഡിബ്രൂയിൻ തന്നെയാണ്. പക്ഷേ ഡീപ്പ് ലൈൻ ഫോർവേഡാണ് ഗൈസ്. സെൻറ്റർ ഫോർവേഡായിട്ടാണ് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഡിബ്രൂയിൻ സെൻറ്റർ ഫോർവേഡായിട്ട് വരുന്നത്. അപ്പോൾ ഇവരാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ്. എൻ്റെ ടാർഗറ്റ് ഡിബ്രൂയിനും അതുപോലെ തന്നെ വാൻഡേക്കും പിന്നെ നമ്മുടെ വേറെ ആരും ആയിരുന്നു ഗൈസ്, വാൻഡേക്കും ഡിബ്രൂയിനും പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, കമവിങ്കയാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ്. കമവിങ്കയും വാൻഡേക്കും അതുപോലെ തന്നെ ഡിബ്രൂയിനാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ്. ഇവർ 3 പേരാണ് എൻ്റെ ടാർഗറ്റ്. കിട്ടുമല്ലോ എന്നൊന്ന് നോക്കാം എന്തായാലും. അപ്പോൾ നിങ്ങൾക്കാരെ കിട്ടുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ആരാന്ന് നോക്കാം എന്തായാലും. ഹെർവിഗോ ഗൈസ്, ഉള്ളിൽ പച്ച കളർ കാണുന്നുണ്ട്. നോക്കാം എന്തായാലും ആരാന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ആരാണ് ഗൈസ്, ആരാണ്? ഓ, ലീഗ് 1 ആണ് ഗൈസ്, ഗോൾ കീപ്പറാണ്. അപ്പോൾ എൻ്റെ ബാക്ക് ഓപ്പണിങ് തേഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കിന് ഈ പ്രാവശ്യം വമ്പൻ തേപ്പാണ്. ഗോൾ കീപ്പറിനെ തന്നേക്കുന്നത് എനിക്ക് വേണ്ടാത്ത ഗോൾ കീപ്പറാണ് ഗൈസ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് റിലീസ് ചെയ്ത് കളയാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവർ മറ്റു സംഭവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. കാർഡ് ഇപ്പോൾ ഭയങ്കര അടുത്തായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ റിലീസ് ചെയ്യുകയാണ് ഗൈസ്. എനിക്ക് ആവശ്യമില്ല, കാരണം എനിക്ക് വേണ്ട കേസ്. എൻ്റെ ഒരു ഗോൾ കീപ്പർ വേറെ ഉണ്ട്, വേണ്ട കേസ്. ഞാൻ എന്തായാലും റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേസ് ഇന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.